സ്വാഗതം ആശംസിച്ച അധ്യക്ഷൻ പ്രാർത്ഥന ചൊല്ലിയ നമ്മുടെ ബഹുമാന്യനായ മുത്തുക്കോയ കിടമ്പൂർ, വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾ, തീർച്ചയായിട്ടും ഇവിടെ ഒരു നല്ലൊരു സാഹിത്യോത്സവം, ചിന്തകളും ഭൗതികമായ മാറ്റങ്ങളൊക്കെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, വിദേശ രാജ്യങ്ങളിലൊക്കെ പഠനങ്ങൾ നടത്തി നല്ല ആരോഗ്യകരമായ ഭക്ഷണവും വ്യാപകം ഒഴിവാക്കി, എന്നാലും ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി അഞ്ചാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു. കാരണം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മൾ എങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്തുന്നു. പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥനായ ഞാൻ ദിവസം പ്രതി ആത്മഹത്യകളും ഒട്ടനവധി വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറയാറുണ്ട്, വിഷയങ്ങൾ എന്തു തന്നെയായാലും നമുക്ക് ഭൂമിയിൽ ജീവിച്ചു പോയേ പറ്റുള്ളൂ. പല മഹാന്മാരും അവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അവർ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അവർ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനോട് ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം ചോദിക്കും. അതിന് ശേഷം മാത്രമേ ഒരു പക്ഷേ ആത്മഹത്യ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളൂ. പലപ്പോഴും അങ്ങനെ ചോദിക്കാൻ പോലും മൊബൈൽ ഫോണിൽ ഒരാളില്ലെങ്കിൽ നമുക്ക് നൂറുകണക്കിന് കോണ്ടാക്റ്റുകൾ ഉണ്ടായിട്ട് എന്താ കാര്യം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഒരു 3-4 പേരെ എൻ്റെ കൈവശം എപ്പോഴും വെച്ചിരിക്കും. അതിൽ എല്ലാ വിഭാഗം ആളുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, പണ്ട് അങ്ങനെയാണല്ലോ, ഞാനിപ്പോൾ ഒരു ആപത്തപ്പെട്ടിരിക്കുകയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കൃത്യമായി കിട്ടും. അത് ആ ഒരു വിവരം ഇവിടുന്ന് ഒന്നും കൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഈ വേദി എന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും, ആ ബന്ധങ്ങൾ ഇപ്പോൾ വാട്സപ്പിലും മൊബൈൽ ഫോണിലും പറയുന്നത് പോലെ നിങ്ങൾ വിഷമത്തിലാണോ, നിങ്ങൾ ബുദ്ധിമുട്ടിലാണോ എങ്കിൽ ഞങ്ങൾ പറയുന്ന ഫോണിലേക്ക് 1 ലക്ഷം രൂപ അയക്കുമെന്നാണ് പറയുന്നത്. ആളുകൾ പെട്ടെന്ന് അയച്ചു കൊടുക്കും. പിന്നെ ശബ്ദമില്ല, ഒന്നുമില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വരും, സാറേ സൗഹൃദം ഉണ്ടാക്കാൻ പോയി, പൈസ പോയി. അങ്ങനെയല്ല, നമ്മൾ പരിശുദ്ധി കൊണ്ട് അളന്ന് നമ്മൾ ഓരോ ബന്ധം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പരിശോധിക്കണം എങ്ങനെയുണ്ട് ആളെന്ന്. ഞാനത് കണ്ടമാന റിസർച്ച് നടത്തുന്ന ആളാണ്. ഞാനതുകൊണ്ട് ചിലപ്പോൾ പോലീസ് എന്ന നിലയ്ക്ക് ഞാൻ ചില പരീക്ഷകൾ നടത്താറുണ്ട്. ചിലരൊക്കെ രാത്രി വിളിച്ചു നോക്കും, ഞാനിങ്ങനെ ആപത്തപ്പെട്ടിരിക്കുകയാണ്, ഒന്ന് വരാൻ പറ്റുമോ, പിന്നെ പരിധിക്ക് പുറത്താണെന്ന് കേൾക്കുന്നു. പിന്നെ രാവിലെ വിളിച്ച് ചോദിക്കും, റേഞ്ച് ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടാണോ? ഇല്ല, ജീവിതം തിരിച്ചു കിട്ടി, ഇന്നലെ ആ ഒരു പ്രതിസന്ധിയിലായിരുന്നു, ആ സമയത്ത് നിങ്ങളെ വിളിച്ചാന്ന് പറയും. അതുകൊണ്ട് ഒരുപാട് പ്രലോഭനങ്ങളും ഒരുപാട് പ്രതിസന്ധികളും നിറഞ്ഞ ഈ കാലത്ത് വ്യക്തിപരമായി നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്ന് മാത്രമേ പറ്റുള്ളൂ. എന്തായാലും പല രാജ്യങ്ങളിലും പല സർക്കാരുകളും പല ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അതിനുവേണ്ടി നിയോഗിക്കാറുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ പ്രത്യേകിച്ച് പോലീസിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ അരിയും പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുന്ന ആ ഒരു അതേ ഉത്തരവാദിത്വത്തിൽ തൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഉദ്യോഗസ്ഥൻ എങ്ങനെയുണ്ട്, അയാൾക്ക് പ്രശ്നങ്ങൾ നേരിടാനുള്ള കഴിവുണ്ടോ, വെറുതെ രാത്രി 2 മണിക്ക് വിളിച്ച് കൊടുത്തു നോക്കുക, സാറേ നല്ലൊരു കള്ളൻ ഈ ഭാഗത്തുണ്ട്, സാറ് ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്, അല്ലെങ്കിൽ സാറ് ഒന്ന് വരണം, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഉദ്യോഗസ്ഥന് എത്രത്തോളം ഉത്തരവാദിത്തമുണ്ട്. തിരിച്ച് അതേ ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് വിളിക്കും, ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ വരുമോ. അങ്ങനെ പരസ്പരം കൊടുക്കൽ വാങ്ങലിലൂടെ പുതിയൊരു ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടി ഇന്ന് ഈ സാഹിത്യോത്സവത്തിന് കഴിയട്ടെ. ഒരുപാട് പേര് വേദിയിലുള്ളവർ ഞാൻ അധികം സമയം അപഹരിക്കുന്നില്ല. നല്ല വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് കഴിയട്ടെ. ഇപ്പോൾ നമ്മളെ ചെയർമാൻ വരുന്നുണ്ട്, അദ്ദേഹം കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മളൊരു മോൻ 17 വയസ്സായ ഒരു കുട്ടി വെള്ളത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആ മോനെ കിട്ടാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 100 കണക്കിന് ആളുകൾ ആ കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഭാവിയിൽ നമ്മളെയൊക്കെ അളവ് പോലും സാമ്പത്തികമായി എവിടെ എത്തി, അല്ലെങ്കിൽ വലിയ വീട് വെച്ചോ വലിയ കാറ് മേടിച്ചോ എന്നതിന് പകരം നിങ്ങൾ എങ്ങനെയാണ് നാട്ടിലൊരു പ്രശ്നം നടന്നപ്പോൾ നിങ്ങൾ ഓടിക്കൂടിയത്, യാതൊരു ചിന്തയുമില്ലാതെ എങ്ങനെ മറ്റുള്ളവരെ സഹായിച്ചു എന്നുള്ളതിൻ്റെ അളവുകോൽ താനൂരിൽ നിന്നും പഠിക്കണമെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്നുള്ളൂ.
ഒട്ടനവധി കാര്യങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയും താനൂരൊക്കെ വളരെ മുമ്പിലാണ്. ഞാനും നിലമ്പൂരുകാരനാണ്, ഇപ്പോൾ താമസം കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോടിനെ വല്ലാതെ പുകഴ്ത്തുമ്പോൾ ഞാൻ ഇടയ്ക്ക് മലപ്പുറംകാരെ പുകഴ്ത്തും. അപ്പോൾ അവർ പറയും എന്നാലും നമ്മൾ അത്ര പേരില്ലല്ലോ മലപ്പുറംകാരെന്ന് പറയും. അപ്പോൾ ഞാനൊരു 16 വർഷമായിട്ട് കോഴിക്കോടാണ്. അപ്പോൾ അവർ വിചാരം ഞാൻ കോഴിക്കോട്ടുകാരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ അലുവ തിന്നാലും എൻ്റെ മനസ്സ് മുഴുവൻ മലപ്പുറമാണ്. അതുകൊണ്ട് അത്രയ്ക്ക് നല്ല മനുഷ്യന്മാരാണ് എന്നതുപോലെ പ്രാദേശികവാദം പറയാൻ പാടില്ല എന്നാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ ഒരു നല്ല സന്ദേശത്തിനും വൈകാരികമായി നല്ല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നല്ലൊരു സാഹിത്യോത്സവമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു വേദി ഇത്ര മനോഹരമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിജയാശംസകൾ. കുട്ടികളിലും അതുപോലെ ഏത് കാലത്തും സാഹിത്യം വരാവുന്നതാണ്. പല ആളുകളും വയസ്സുകാലത്തൊക്കെ സാഹിത്യരചന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന പ്രായമൊന്നുമില്ല, നമുക്ക് എപ്പോഴാണോ എങ്ങനെയാണോ സാഹിത്യം വരാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനുള്ള ഒരു മാറ്റുരയ്ക്കാനുള്ളൊരു വേദിയാണ്. ആ വേദിക്ക് എല്ലാവിധ ആശംസകളും. ജയ് ഹിന്ദ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം.